ഹായ്, എല്ലാവർക്കും ജാനകിയുടെയും അബിയുടെയും വീടിൻ്റെ പുത്തൻ വിശേഷത്തിലേക്ക് സ്വാഗതം. അങ്ങനെ നല്ലൊരു ഇടിവെട്ട് പണി തന്നെയാണ് അപർണ മുത്തശ്ശിക്കിട്ട് കൊടുക്കുന്നത്. അങ്ങനെ മുത്തശ്ശിയെ ഡോക്ടറെ കാണിച്ച് വഴിയിൽ നിർത്തി ഇളനീരൊക്കെ കുടിക്കുന്നുണ്ട് 3 പേരും. എന്നിട്ട് കാറിൽ കയറി യാത്ര ചെയ്യുകയാണ്. ഇതിൽ മുത്തശ്ശിയുടെ യാത്ര എവിടേക്കാണ് പോയി നിൽക്കുന്നത് എന്നതാണ് സസ്പെൻസ്. നമ്മളൊക്കെ ഉദ്ദേശിച്ചതുപോലെ ഈ കാർ ചെന്നെത്തിയിരിക്കുന്നത് ഒരു ഓൾഡ് ഏജ് ഹോമിൻ്റെ മുൻപിലാണ്. എല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. മുത്തശ്ശിക്ക് കൊടുക്കാനുള്ള ഒരു 8ൻ്റെ പണിയുമായിട്ടാണ് അപർണ അവിടെ കാർ നിർത്തിയിരിക്കുന്നത്. ഏതായാലും ഒന്നും അറിയാതെ നമ്മുടെ മന്ദര മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ ഇവിടെ വണ്ടി നിർത്തിയത്? എനിക്ക് ഇങ്ങോട്ടൊന്നും വരുന്നത് ഇഷ്ടമല്ലെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? നീ ഇത് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലെന്ന് പറഞ്ഞിരുന്നേനെ. അപ്പോൾ അപർണ പറയുന്നുണ്ട്, നമുക്ക് വേഗം പോകാം മുത്തശ്ശി, ഇവിടെ മുത്തശ്ശിക്കറിയുന്ന ഒരാളുണ്ട്, അവരെ ഒന്ന് കണ്ടിട്ട് പോകാം. അപ്പോൾ അങ്ങോട്ടേക്ക് നളിനി വരുന്നുണ്ട്. അളകാപുരിയിൽ വേലക്കാരിയായി നിന്നിരുന്നവളായിരുന്നു നളിനി. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല ഇത് നളിനിയല്ലേ? അപ്പോഴേക്കും നളിനി അടുത്തേക്ക് വന്നു. എന്നിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ? അപ്പോൾ നളിനി പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഇവിടെയാണ് പണിയെടുക്കുന്നത്. അപ്പോൾ അപർണ പറയുന്നുണ്ട്, നളിനി കുറേ ആയി നമ്മളെയൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഓ നിനക്ക് കാണണമെങ്കിൽ ഞങ്ങൾ നിന്നെ തേടി ഇവിടേക്ക് വരണം അല്ലേ? അന്നേരം നളിനി പറയുന്നുണ്ട്, അതുകൊണ്ടല്ല മുത്തശ്ശി, എനിക്കിവിടെ പണി കഴിഞ്ഞിട്ട് സമയമേ ഇല്ല. സൂര്യ സാർ മരിച്ചപ്പോൾ ഒന്ന് വന്ന് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇവിടുത്തെ തിരക്ക് കാരണം വരാൻ കഴിഞ്ഞില്ല. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ഓ നീ ഇപ്പോൾ അത്രയ്ക്ക് വലിയ ആളായിപ്പോയി അല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരണമായിരിക്കും. അപ്പോൾ അപർണ പറയുന്നുണ്ട്, നളിനിയെ കാണാൻ വേണ്ടിയല്ല മുത്തശ്ശി, മുത്തശ്ശിയുടെ ഒരു കൂട്ടുകാരി ഉള്ളിലുണ്ട്, അവർ മുത്തശ്ശിയെ കാണണമെന്ന് പറഞ്ഞിരുന്നു, നമുക്കൊന്ന് ഉള്ളിൽ പോയി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇങ്ങ് പോരാം. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരിയോ? അതാരാ? അപ്പോൾ അപർണ പറയുന്നുണ്ട്, ഉള്ളിലേക്ക് പോയാൽ മനസ്സിലാകുമല്ലോ മുത്തശ്ശി എന്ന് പറഞ്ഞ് അവരെല്ലാവരും ഓൾഡ് ഏജ് ഹോമിൻ്റെ അകത്തേക്ക് കയറി. എന്നിട്ട് അവർ ഒരു റൂമിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഒരു ബെഡിൽ ഒരു സ്ത്രീ കിടക്കുന്നുണ്ട്. ഇവരെ കണ്ടതും ആ സ്ത്രീ എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട്. അപർണ പറയുന്നുണ്ട്, ഇതാണ് മുത്തശ്ശിയുടെ കൂട്ടുകാരി. മുത്തശ്ശി അവരെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇതെൻ്റെ കൂട്ടുകാരി ഒന്നുമല്ല, ഞാൻ ഇവരെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അപർണ പറയുന്നുണ്ട്, ഇനി മുതൽ മുത്തശ്ശിയുടെ കൂട്ടുകാരിയും റൂംമേറ്റും ഒക്കെ ഇവരാണ്. ആ റൂമിൽ വേറെ ഒരു ബെഡും കൂടിയുണ്ട്. അത് കാണിച്ചുകൊണ്ട് അപർണ പറയുന്നുണ്ട്, ഇതാണ് മുത്തശ്ശിയുടെ ബെഡ്, ഇനി മുതൽ മുത്തശ്ശി ഇവിടെയാണ് കിടക്കുക. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഞാനെന്തിനാ ഇവിടെ കിടക്കുന്നത്? തമാശ കളിക്കാതെ അപർണ, വാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് അവിടുന്ന് പോകാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അപർണ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാ പോകുന്നത്? ഇനി മുതൽ നിങ്ങൾ ജീവിക്കുന്നത് ഇവിടെയാണ്. എന്നിട്ട് നളിനിയോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശിയുടെ ബാഗ് എത്തിയില്ലേ? ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു. അപ്പോൾ നളിനി പറയുന്നുണ്ട്, എത്തിച്ചിട്ടുണ്ട്. തമ്പിസാറിൻ്റെ ഡ്രൈവർ കുറച്ച് മുമ്പ് ബാഗ് എത്തിച്ചിട്ട് ആണ് പോയത്. അപ്പോൾ മുത്തശ്ശി അപർണയോട് പറയുന്നുണ്ട്, മഹാഭാബി, എന്താണ് നിൻ്റെ ഉദ്ദേശം? എന്നെ ഈ അനാഥാലയത്തിൽ കൊണ്ട് തള്ളാനായിരുന്നോ നിൻ്റെ ഈ നാടകമൊക്കെ? എടി, നീ തമ്പിയുടെ മോളല്ലേ, നിൻ്റെ ആ പൂതി മനസ്സിലിരിക്കുകയേ ഉള്ളൂ. എന്നിട്ട് പ്രഭയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താടി പകച്ചു നിൽക്കുന്നത്? ഇവളുടെ ശരിക്കുള്ള മുഖം നീ കണ്ടല്ലോ, വാ നമുക്ക് പോകാം. അല്ല പിന്നെ, എൻ്റെ അടുത്ത് അവളുടെ ഒരു കളി എന്നും പറഞ്ഞ് മുത്തശ്ശി പോകാൻ നോക്കുന്നുണ്ട്. നളിനിയോ അപ്പോൾ അവരുടെ പിന്നാലെ പോകുന്നുണ്ട്. എന്നിട്ട് പ്രഭ അപർണയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ കാണിച്ചത് എന്ന് നിനക്ക് നല്ല ബോധമുണ്ടോ? അപ്പോൾ അപർണ പറയുന്നുണ്ട്, ബോധമില്ലാത്തത് അന്നും ഇന്നും അമ്മയ്ക്കാണ്, കൂടുതൽ സംസാരമൊന്നും ഇങ്ങോട്ട് വേണ്ട. അപ്പോഴേക്കും മുത്തശ്ശിയെ അവിടുത്തെ സൂപ്പർവൈസർ വന്ന് തടയുന്നുണ്ട്. എവിടേക്കാ തള്ളേ പോകുന്നത്? അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്നെ തള്ള എന്ന് വിളിക്കാൻ നീ ആരാടി? അപ്പോഴേക്കും നളിനി വന്ന് മേഡത്തിനോട് പറയുന്നുണ്ട്, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം മേഡം, മേഡം പോയിക്കോളൂ. അപ്പം മേഡം പറയുന്നുണ്ട്, ഓ ഇത് നല്ല വിഷമുറ്റിയ ഇനമാണല്ലോ നളിനി, വേണ്ടി വന്നാൽ നീ അവളുടെ വിഷപ്പല്ലെല്ലാം കൂടി എടുത്തുകളാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പ്രഭയും അപർണയും വരുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, പ്രഭാവതി, നമുക്കിപ്പോൾ തന്നെ ഇവിടുന്ന് പോകണം. അപ്പോൾ അപർണ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? അളകാപുരി ഇപ്പോൾ അബിയുടെയും ജാനകിയുടെയും വീടാണ്. മുൻപ് അത് നിങ്ങളുടെ മോൻ്റെ വീടായിരുന്നു. അന്ന് അവിടെ കിടന്ന് നിങ്ങൾ കുറേ പുളഞ്ഞതല്ലേ. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇനി അത് അവിടെ നടക്കില്ല. നിങ്ങൾ വെറുക്കുകയും വെറുപ്പിക്കുകയും ചെയ്തവരാ ആ വീട്ടിൻ്റെ അവകാശികൾ. നിങ്ങളെ ആരെങ്കിലും കയ്യേൽക്കുമോ? ഉണ്ടായിരുന്ന മകനും പോയി, രോഗബാധിതനായി കിടന്നിട്ട് പോലും ആ മനുഷ്യന് ഒരു സ്വസ്ഥത കൊടുത്തിട്ടുണ്ട് നിങ്ങൾ? മകൻ മരിച്ചിട്ട് ആത്മാർത്ഥമായെന്ന് കരയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കള്ളക്കണ്ണീരല്ലാതെ മനസ്സുരുകി ഒരു തുള്ളി കണ്ണുനീര് നിങ്ങളുടെ കണ്ണിൽ നിന്ന് പൊഴിഞ്ഞോ? ഇല്ല.
മോൻ പോയപ്പോൾ നിങ്ങൾ ചിന്തിച്ചത് വീട് എങ്ങനെ കൈക്കലാക്കാം എന്നാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഓ നീ നല്ലവളാണോടി, ഇവളുടെ പ്രസംഗം നമ്മൾ എന്തിനു കേൾക്കണം, വാ പ്രഭേ നമുക്ക് പോകാം. അപ്പോൾ അപർണ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടുന്ന് ഒരു സ്ഥലത്തേക്കും പോകില്ല, നിങ്ങളുടെ കൈ പിടിച്ച് കൊണ്ടുപോകാൻ അമ്മയും ധൈര്യം കാണിക്കില്ല, നിങ്ങളെ കൊണ്ടുപോകാൻ അമ്മയ്ക്കും ഒരു സ്ഥലമില്ല. അപ്പോൾ മുത്തശ്ശി പ്രഭേ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ അമ്മയ്ക്ക് 3 മക്കളുണ്ട്, ആരുമില്ലാതെ പോയത് നിങ്ങൾക്കാ. നിങ്ങളുടെ കൊച്ചുമക്കൾക്കോ അവരുടെ ഭാര്യമാർക്കോ നിങ്ങളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അമല് നിങ്ങളെ വിളിക്കുന്നത് തന്നെ മന്ദര മുത്തശ്ശി എന്നാണ്, പുരാണത്തിലെ മന്ദര തന്നെയാണ് നിങ്ങൾ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ മന്ദരയാണെങ്കിൽ നീ ശൂർപ്പണകയാണിടി. എന്നിട്ട് പ്രഭാവതിയോട് പറയുന്നുണ്ട്, നാളെ നിൻ്റെയും ഗതി ഇതുതന്നെയായിരിക്കും, നീ ഓർത്തു വെച്ചോ, ഇവൾ നിന്നെയും ഏതെങ്കിലും അനാഥാലയത്തിലേക്ക് കൊണ്ടു തള്ളും. അപ്പോൾ അപർണ പറയുന്നുണ്ട്, അത് ഓരോരുത്തരുടെയും കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. എന്നിട്ട് അപർണ പ്രഭാവതിയോട് പറയുന്നുണ്ട്, അമ്മ മനസ്സിലാക്കേണ്ടത് ഇത് അനാഥാലയമല്ല എന്നാണ്, ഇത് ഓൾഡ് ഏജ് ഹോമാണ്. പണക്കാരായ മക്കളുടെ മാതാപിതാക്കൾ തന്നെയാണ് ഇവിടെ കഴിയുന്നത്. മാസാമാസം നല്ലൊരു തുക അവർ ഇവിടെ അടയ്ക്കുന്നുണ്ട്. അച്ഛൻ നല്ലൊരു തുക കൊടുത്തിട്ടാണ് മുത്തശ്ശിക്ക് ഇവിടെ പ്രവേശനം കിട്ടിയത്. അപ്പോൾ നളിനി പറയുന്നുണ്ട്, ഇവിടെ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് കഴിയുന്നത്. വീട്ടിൽ കിട്ടുന്ന എല്ലാ സൗകര്യവും ഇവിടെയുണ്ട്. 2 ദിവസം കൂടുമ്പോൾ ഡോക്ടർ വരും. നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ ഡോക്ടർ ഇവിടെ എത്തും. നേഴ്സും എന്നും വരും. അപ്പോൾ അപർണ പറയുന്നുണ്ട്, മുത്തശ്ശിയുടെ കാര്യങ്ങൾ കൃത്യസമയത്ത് അവർ നോക്കിക്കൊള്ളും. വയസ്സാം കാലത്ത് ഇതിൽ കൂടുതൽ വേറെ എന്താ നിങ്ങൾക്ക് വേണ്ടത്? വീട്ടിൽ വന്ന് കിടന്ന് മറ്റുള്ളവരുടെ മനസ്സമാധാനം കൂടി കളയണോ? മുത്തശ്ശി എന്നിട്ട് പ്രഭാവതിയെ വിളിക്കുന്നുണ്ട്, പ്രഭാവതി നീ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ടോ? അപ്പോൾ പ്രഭയും പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകും? അപർണ പറഞ്ഞതുപോലെ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ എനിക്കൊരു സ്ഥലവുമില്ല. നിങ്ങൾ പറഞ്ഞില്ലേ എൻ്റെ ഗതി എന്താണ് എന്ന്, അതിനെപ്പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇത് നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യമെന്ന് കരുതി ഇവിടെ കഴിയാൻ നോക്ക്. എന്നിട്ട് പ്രഭാവതിയും പോകുന്നുണ്ട്. അപ്പോൾ കരഞ്ഞുകൊണ്ട് മുത്തശ്ശി പ്രഭാവതിയെ എന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് അപർണയെ ശപിക്കുന്നുണ്ട്, നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല മഹാഭാവി, നീ എന്തിനിത് എന്നോട് ചെയ്തു എന്ന് എനിക്കറിയാമെടി. ഞാൻ ആ വീട്ടിലുണ്ടെങ്കിൽ അച്ഛൻ്റെയും മോളുടെയും പദ്ധതിയൊന്നും നടക്കില്ലല്ലോ. എന്നിട്ട് പിന്നെയും ശപിക്കുന്നുണ്ട്, നീ നശിച്ചു പോകുമെടി. അപ്പോൾ അപർണ പറയുന്നുണ്ട്, അത് ഞാൻ സഹിച്ചോളാം. ഇവിടുന്ന് ചാടി വരാൻ വല്ല ഉദ്ദേശവും ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ജീവനോടെ ഉണ്ടാകില്ല, അതോർത്ത് വെച്ചോ എന്നും പറഞ്ഞ് അപർണയും പോകുന്നുണ്ട്. ഏതായാലും മന്ദര മുത്തശ്ശിക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ട്. പിന്നെ നളിനിയും പേടിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ഒരു അഭ്യാസവും ഇവിടെ നടക്കില്ല. നിങ്ങൾ ചെയ്തു കൂട്ടിയതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് കിട്ടും. ആ പാവം ജാനകിയെയും അഭിയെയും നിങ്ങൾ ചില്ലറയൊന്നുമല്ല ദ്രോഹിച്ചത്. നിങ്ങൾ കാണിച്ചതൊക്കെ എനിക്കറിയാം. വീട്ടുപണിക്കാരിയായ എന്നെ നിങ്ങളുടെ അടിമ എന്ന രീതിയിൽ എന്നോട് പെരുമാറിയതും ഞാൻ മറന്നിട്ടില്ല. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നെന്നറിഞ്ഞ നിമിഷം മുതൽ ഞാനും കാത്തിരിക്കുന്നതാ. ഒടുവിൽ നിങ്ങൾ എൻ്റെ കയ്യിൽ തന്നെ വീണു. ദൈവമുണ്ടെന്നുള്ളതിന് തെളിവാണിത്. നിങ്ങൾ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. പോയിക്കോ നിങ്ങളുടെ മുറിയിലേക്ക് എന്നും പറഞ്ഞ് നമ്മുടെ നളിനിയും പേടിപ്പിക്കുകയാണ് മുത്തശ്ശിയെ. അങ്ങനെ കരഞ്ഞുകൊണ്ട് മുത്തശ്ശി പത്യമടക്കി റൂമിലേക്ക് പോകുന്നുണ്ട്. ഏതായാലും മുത്തശ്ശിക്ക് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.